ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു കൗണ്ടർ ടെററിസം. സോ ഇന്ത്യ പുതുതായിട്ട് പ്രഹാർ എന്ന് പറയുന്ന ഒരു കൗണ്ടർ ടെററിസം പോളിസി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോളിസി? എന്താണ് ഈ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്ത്യയുടെ നയം വ്യക്തമാക്കുകയാണ്. ഇന്ത്യ എങ്ങനെയൊക്കെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്, എന്തിലൊക്കെയാണ് ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എഡ്യൂക്കേഷണൽ പോളിസി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സോ അതേപോലെ കൗണ്ടർ ടെററിസം അല്ലെങ്കിൽ ടെററിസത്തെ ടാക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രഹാർ എന്ന് പറയുന്ന ഒരു പോളിസി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇന്ത്യയുടെ ഫോക്കസുകൾ എവിടെയൊക്കെ ആയിരിക്കും, എന്താണ് നമ്മളുടെ ഈ ഒരു പോളിസിയുടെ അല്ലെങ്കിൽ നമ്മളുടെ കൗണ്ടർ ടെററിസം എന്ന് പറയുമ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ എല്ലാമായിരിക്കും ആ പോളിസിയിൽ ഡിഫൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇന്ത്യ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോംപ്രഹെൻസീവ് കൗണ്ടർ ടെററിസം പോളിസി പ്രഹാർ എന്ന് പറയുന്ന പേരിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ എന്താണ് അതിന്റെ എയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് തരത്തിലുള്ള ടെററിസവും എന്താണ് ഇതിനോടും സന്ധിയില്ല അല്ലെങ്കിൽ സന്ധിയില്ലാത്ത ഒരു പ്രവർത്തനമായിരിക്കണം നമ്മളുടെ ഫോക്കസ് എന്നാണ് പ്രഹാർ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത്. സോ നമുക്കറിയാം, ഡൽഹിയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപേ ഒരു ബോംബ് ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. സോ അതിൽ പ്രവർത്തിച്ചവര് എന്താണ്, എഡ്യൂക്കേഷണൽ ആയിട്ടുണ്ടായിരുന്ന ആളുകളാണ്, ഡോക്ടേഴ്സ് ആയിരുന്നു. ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നവർ പലരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ സ്ലീപ്പർ സെല്ലുകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു. ഓക്കെ, സോ ആ അവസരത്തിൽ എന്താണ്, നമുക്ക് അങ്ങനെയുള്ള ആളുകളെ കൗണ്ടർ ചെയ്യണമെങ്കിൽ സോ ഏത് തരത്തിലുള്ള ടെററിസം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അതിനോട് യാതൊരു വിധത്തിലുള്ള സന്ധിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ നമ്മളുടെ ഒരു എയിം എന്ന് പറയുന്നത്. ദെൻ പുതിയ കാലത്തെ പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് പുതിയ കാലത്തെ പ്രശ്നങ്ങൾ? ഒന്ന്, ടെറർ ഫണ്ടിങ്ങുകൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇവർക്ക് ഫണ്ട് കിട്ടുന്നത് നിലച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ടെററിസ്റ്റ് ഇതിലേക്ക് പോകത്തില്ല. ദെൻ സൈബർ ക്രൈമുകളുമായി ബന്ധപ്പെട്ട് സൈബർ റിസോഴ്സുകൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. ദെൻ സേഫ് ഹേവൻസ്. സേഫ് ഹേവൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയാണ് സേഫ് ഹേവൻസിനെ കുറിച്ച് പറഞ്ഞത്? നമ്മളുടെ ടാക്സ്, ഗ്ലോബൽ മിനിമം ടാക്സ് പറഞ്ഞപ്പോഴാണ് ഞാൻ സേഫ് ഹേവൻസിനെ കുറിച്ച് പറഞ്ഞത്. അതേപോലെ ടെററിസത്തിന് വളരാനായിട്ട്, ടെററിസ്റ്റ് ഫണ്ടുകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട്, കൊടുക്കാനായിട്ട് ഉള്ള സേഫ് ഹേവൻസുകൾ ലോകത്തിന്റെ പല ഭാഗത്തുകളുണ്ട്. ഇതിനെല്ലാം ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഇതിനെതിരെ എല്ലാം പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രഹാർ പോളിസിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ സീറോ ടോളറൻസ്, വിക്ടിം സെൻട്രിക് ആയിട്ടുള്ള ഒരു നോൺ റിലീജിയസ് ആട്രിബ്യൂഷൻ, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എന്താണ് നമ്മളുടെ പ്രഹാർ പോളിസിയുടെ അല്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ ടെററിസം പോളിസിയുടെ ഒരു മേജർ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ടെറർ ഈസ് നോട്ട് ലിങ്ക്ഡ് ടു എനി റിലീജിയൻ ഓർ എത്തനിസിറ്റി എന്നുള്ളതാണ്. സോ പലപ്പോഴും അങ്ങനെയല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. എന്താണ്, പലരും പല മതങ്ങളെയും അല്ലെങ്കിൽ പല കമ്മ്യൂണിറ്റീസിനെയും കുറ്റം പറയുന്ന രീതിയിലേക്ക് പോകാറുണ്ട്. മൈഗ്രൻസിനെ ആയിക്കോട്ടെ, അങ്ങനെ ലോകത്തിലെ പല ഭാഗങ്ങളിലും നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്ത്യ ഒരു പോളിസി ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇന്ത്യ പറഞ്ഞു എന്താണ്, നോ റിലീജിയസ് ആട്രിബ്യൂഷൻ. നിങ്ങളുടെ മതം അല്ലെങ്കിൽ എത്തനിസിറ്റി ഒന്നും അല്ല ടെററിസത്തെ ഡിറൈവ് ചെയ്തു, അല്ലെങ്കിൽ അതുമായിട്ട് ലിങ്ക് ചെയ്യുന്നതല്ല നമ്മളുടെ ടെററിസ്റ്റ് പോളിസി എന്ന് പറയുന്നത്. സോ എന്താണ് ഇനി 7 പില്ലേഴ്സ് ഓഫ് പ്രഹാർ. സോ പ്രഹാർ എന്ന് പറയുന്ന 7 എന്താണ് ആൽഫബറ്റ്സിനും ഒരു ഐഡന്റിറ്റി ഇവർ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് പ്രിവെൻഷൻ. P is for prevention, R is for response, A is for അഗ്രഗേറ്റിംഗ് കപ്പാസിറ്റീസ്. സോ കപ്പാസിറ്റീസ് ബിൽഡ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അഗ്രഗേറ്റിംഗ് കപ്പാസിറ്റീസിന്റെ കാര്യം. H for human rights, A for attenuating conditions, and align internationally, R for റിക്കവറി ആൻഡ് റിലയൻസൻസ്. സോ പ്രഹാർ എന്ന് പറയുന്ന പോയിന്റ് ജസ്റ്റ് ഒന്ന് മനസ്സിൽ കുറിച്ച് വെച്ചേക്കുക. മെയിൻസ് ആൻസർ റൈറ്റിങ്ങളിൽ പ്രഹാർ എന്ന് വരച്ചിട്ട് 7 ആരോ മാർക്കുകൾ കൊടുത്തിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത്. സോ അത് കാണാപ്പാടം തന്നെ പഠിച്ചു വെച്ചേക്കുക മെയിൻസ് ആൻസർ റൈറ്റിംഗിന് വേണ്ടിയിട്ട്. സോ മേജർ ന്യൂ പ്രോബ്ലംസ് അറൈസ് ചെയ്തിരിക്കുന്നത് എന്താണ്, സൈബർ ടെററിസം ആയിക്കോട്ടെ, ക്രോസ് ബോർഡർ ടെററിസം ആയിക്കോട്ടെ, ടെക്നോളജി ഡ്രിവൺ ടെററിസം ആയിക്കോട്ടെ, ഇതെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട്. സോ ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, പുതുതായിട്ട് എന്തെങ്കിലും വരുമ്പോൾ. ഫോർ എക്സാമ്പിൾ എന്താണ്, AI പോളിസി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? AI എന്ന് പറയുന്ന പുതിയ ടെക്നോളജി വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തായിരിക്കും നമ്മളുടെ വിഷൻ, എന്തായിരിക്കും നമ്മളെ എയിം, എങ്ങനെയാണ് നമ്മളത് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നെല്ലാമായിരിക്കും പോളിസീസിൽ വരുന്നത്.
ദെൻ പോളിസീസ് താഴേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? ആക്ടുകളായിട്ട് മാറും, അല്ലെങ്കിൽ എന്താണ്, നിയമങ്ങളായിട്ട് മാറും, അല്ലെങ്കിൽ റൂൾസുകൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ പോകുന്നത്. സോ പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങളെ എല്ലാം അഡ്രസ്സ് ചെയ്യാനായിട്ട് ടെക്നോളജി ഡ്രിവൻ ടെററിസം ആയിക്കോട്ടെ, സൈബർ ടെററിസം ആയിക്കോട്ടെ, ഡ്രോൺ ടെററിസം ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് എന്താണ് നമ്മളുടെ ഈ ഒരു പോളിസി കൊണ്ടിട്ട് സാധിച്ചിട്ടുണ്ട്. സോ പ്രഹാർ എന്താണെന്ന് ഓർമ്മിച്ച് വെക്കുക, എന്താണ് അതിന്റെ എയിം, നോൺ റിലീജിയസ്, ആ ഒരു കാര്യമൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സെക്കൻഡ് ആർട്ടിക്കിൾ ഈസ് സംതിങ് റിലേറ്റഡ് ടു എ സ്കീം, ഭവന്തർ സ്കീം ഓഫ് MP. സോ ഭവന്തർ സ്കീം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ MP-യുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്കീമാണ്. MP-യുടെ ഒരു ഫ്ലാഗ്ഷിപ്പ്, MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്കീമാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീമാണ് ഭവന്തർ സ്കീം. സോ ഭവന്തർ സ്കീം ഈസ് സിമിലർ ടു വാട്ട്, നമ്മളുടെ മിനിമം സപ്പോർട്ട് പ്രൈസ്. സോ മിനിമം സപ്പോർട്ട് പ്രൈസിനും, മിനിമം സപ്പോർട്ട് പ്രൈസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ല, പകരം എന്താണ്, ഇറ്റ് ഈസ് സിമിലർ ടു മിനിമം സപ്പോർട്ട് പ്രൈസ്. അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാർക്കറ്റിലെ പ്രൈസ് കൂടാം കുറയാം. സോ ഈ അവസരത്തില് മാർക്കറ്റിന്റെ പ്രൈസ് കൂടുന്ന പക്ഷം എന്ത് ചെയ്യും, ആ ഒരു ഗ്യാപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് കർഷകർക്ക് കൊടുക്കുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ് എന്ത്, നമ്മളുടെ ഭവന്തർ സ്കീം എന്ന് പറയുന്നത്. സോ ഇത് പെർട്ടിക്കുലർലി സോയാബീനിന്റെ കാര്യത്തിലൊക്കെ ആയിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇപ്പോ കറന്റ് അത് മസ്റ്റാർഡ് ഫാമേഴ്സിലേക്ക് കൂടിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ മസ്റ്റാർഡ് ഫാമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടുക് കൃഷി ചെയ്യുന്നവരിലേക്ക് കൂടിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ഭവന്തർ സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തുന്ന സ്കീമാണ്. എന്തിനാണ് ഈ പണം കിട്ടുന്നത്? വിളവ് നശിച്ചു പോയിട്ടാണോ? അല്ല. ദെൻ മഴ പെയ്തിട്ട് എന്താണ് വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണോ? അല്ല. മിനിമം സപ്പോർട്ട് പ്രൈസിന് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിന് അനുസരിച്ചിട്ട് ഇവർക്ക് വില കിട്ടാത്ത സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും, മണ്ടികളിൽ, ഇവർ ഏത് മണ്ടികളിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ മണ്ടികളിലെ ഫാമേഴ്സിന് എന്ത് കൊടുക്കും, ഈ ഭവന്തർ സ്കീം പ്രകാരം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കൊടുക്കും. മേജർലി സോയാബീനിലൊക്കെയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കറന്റ് അത് മസ്റ്റാർഡ്സിലേക്കും കടുക് കർഷകർക്ക് കൂടിയിട്ട് ഇതിന്റെ ആനുകൂല്യം കൊടുക്കാനായിട്ട് ആര് തയ്യാറാവുകയാണ്, മധ്യപ്രദേശ് ഗവൺമെന്റ് തയ്യാറാവുകയാണ്. സോ മസ്റ്റാർഡുമായി ബന്ധപ്പെട്ടിട്ട്, നമ്മളുടെ കടുകുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം ചെയ്തു നോക്കാം. എന്താണ് കടുകുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മളുടെ എവിടെയാണ്, ജോഗ്രഫിയിലെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട പാട്ടിലെ പ്രിലിംസ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ പ്രിലിംസ് മുന്നേ വരാൻ സാധ്യതയുള്ള ചോദ്യം. എവിടെയാണ് കടുക് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്? പർട്ടിക്കുലർലി രാജസ്ഥാൻ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ കടുക് കൃഷി ചെയ്യുന്നത്. നമ്മളുടെ ഏതാണ് ചെന്നൈ എക്സ്പ്രസ് സിനിമയിൽ എന്താണ് ഷാരൂഖ് ഖാൻ ഇങ്ങനെ ട്രെയിനിൽ കൂടി പോകുമ്പോൾ മഞ്ഞപ്പൂക്കളുള്ള പാടങ്ങളിൽ ഡാൻസ് കളിക്കുന്ന ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് വരില്ലേ, ഷാരൂഖ് ഖാനും പ്രിയങ്ക ചോപ്രയാണെന്നും. സോ സിമിലർ, ആ ഒരു മഞ്ഞപ്പാടങ്ങൾ, പൂത്തുലഞ്ഞു നിൽക്കുന്ന മഞ്ഞപ്പാടങ്ങളാണ് ഈ മസ്റ്റർഡ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. അത് പർട്ടിക്കുലർലി രാജസ്ഥാൻ റീജിയനിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, സോ ഈ സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് വായിച്ചു നോക്കി. These crops are cultivated during Kharif seasons in northwestern and central part of India. So ഖാരിഫ് സീസൺ ആണ്. സോ നമുക്ക് സംശയമായി ഖാരിഫ് ആണോ റാബി ആണോ എന്നുള്ളതെല്ലാം നമുക്ക് സംശയമായി. സെക്കൻഡ്, 2/3 of the cultivated area under this crop is rain fed. ഓക്കെ, സോ ഇറിഗേറ്റഡ് ഏരിയയിലല്ല, എന്താണ് മഴ പെയ്യുന്ന ഏരിയയിലാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് 2/3 പോർഷനും. These oil seed together occupy only about 2.5 of total cropped area in the country. Okay, so ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മസ്റ്റർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാബി ക്രോപ്പ് ആണ്. സോ റാബി സീസണിലാണ്. ബാക്കി സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. വെസ്റ്റേൺ പാർട്ട് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ പാർട്ട്, സെൻട്രൽ പാർട്സിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. രാജസ്ഥാനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മസ്റ്റർഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. സോ പക്ഷെ ഇതൊരു റാബി ക്രോപ്പ് ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. സെക്കൻഡ് ഇൻഫോർമേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റില്ലായിരിക്കും. എന്താണ് 2/3 of the cultivated area under these crop is rain fed ആണോ? നിങ്ങൾ രാജസ്ഥാന്റെ ഒരു തീം അല്ലെങ്കിൽ രാജസ്ഥാന്റെ ഒരു സ്ഥലം ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ റെയിൻ ഫെഡ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? സോ there is something fishy in the second statement. So 2/3 of the area, 2/3 എന്ന് പറയുമ്പോൾ
എന്തായി 66 ആൻഡ് 1/2 1/2 വരെ 66 ആൻഡ് 1/6 പോർഷൻ എന്തായി ട്രെയിൻ ഫെഡ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യാണ്. സോ അതൊരിക്കലും പോസിബിൾ അല്ല. 2/3 ഓഫ് ദ ഏരിയ ഈസ് എന്താണ് നമ്മൾ കനാൽസിലൂടെയും അല്ലെങ്കിൽ ബാക്കിയുള്ളതിലൂടെയും ഇറിഗേറ്റഡ് ഏരിയയിലാണ് നമ്മളുടെ മസ്റ്റാർഡ് ക്രോപ്പുകൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു കാര്യം കൂടിയിട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ oilseed together occupy only about 2.5% of total cropped area in the country. അതെ, വളരെ കുറവാണ്. 2.5% മാത്രമേ ക്രോപ്ഡ് ഏരിയ ആയിട്ടുള്ളൂ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓൺലി 1 എ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ മസ്റ്റാർഡ് ക്രോപ്പിനെ കുറിച്ചിട്ട് ഇനിയൊരു ചോദ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തെറ്റരുത്, അല്ലെങ്കിൽ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇനി ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചോദ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മസ്റ്റാർഡുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ചോദ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് തെറ്റിക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, സോ കമ്മിങ് ടു നെക്സ്റ്റ് ഡിസ്കഷൻ ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരു എഡിറ്റോറിയൽ പോളിസിയാണ്. സോ നമുക്കറിയാം, നമ്മളുടെ കഴിഞ്ഞ വീക്കിൽ എന്താണ് നമ്മളുടെ AI സബ്മിറ്റ്, ഗ്ലോബൽ AI ഇമ്പാക്ട് സബ്മിറ്റ് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കോൺട്രവേഴ്സീസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് റോബോട്ട്, ഒരു യൂണിവേഴ്സിറ്റി പ്രൊഡ്യൂസ് ചെയ്ത റോബോട്ട് അവര് ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് പറയുകയും, എന്നാൽ അല്ല, അത് ചൈനീസ് നിർമ്മിത റോബോട്ടാണ് എന്ന് പറയുകയും, ആ നിർമ്മിച്ച കമ്പനി അത് തള്ളിക്കളയുകയും, ചൈനയിൽ നിന്നുള്ള ആ കമ്പനി ട്രോള് രൂപത്തിൽ അതിനെ തള്ളിക്കളയുകയൊക്കെ ചെയ്യുകയും, നമുക്കതൊരു നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കൂടിയിട്ട് AI ഇമ്പാക്ട് സബ്മിറ്റിലെ ചില പ്രവർത്തികൾ പോവുകയുണ്ടായി. എന്നാൽ അതൊന്നും അതിന്റെ ശോഭയെ കെടുത്താൻ സാധിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്, അത്രയും ഒരു ഹ്യൂജ് ഇവന്റ് ആയിരുന്നു നമ്മളുടെ ഈ AI ഇമ്പാക്ട് സബ്മിറ്റ് എന്ന് പറയുന്നത്. ഏകദേശം 200 കോടിയോളം ചെലവാക്കിയിട്ടാണ് ഇന്ത്യ ഈ ഒരു ഇമ്പാക്ട് സബ്മിറ്റ് ന്യൂഡൽഹിയിൽ വെച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഡിഫറെന്റ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 89ഓളം കൺട്രീസ് വോളണ്ടറി ഡിക്ലറേഷൻ ഓൺ AI ഡെമോക്രാറ്റൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റീസ് സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എന്താണ്, സോ അമേരിക്കയുടെ പുറത്ത്, സോ അമേരിക്കയാണുള്ള ഒരു മേജർ പ്ലെയർ. സോ അമേരിക്കയുടെ പുറത്ത് ഏറ്റവും വലിയൊരു സബ്മിറ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഹിന്ദു ഇന്ന് വിമർശിച്ചിരിക്കുന്നത്, സോ ഹിന്ദുവിനെ വിമർശിക്കാനായിട്ട് എന്താണ് പല ന്യൂസുകളും ഉണ്ടായിരുന്നു. പക്ഷെ ഹിന്ദു ഇന്ന് വിമർശിച്ചിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, AI ഇമ്പാക്ട് സബ്മിറ്റ് ഒക്കെ നടത്തി നമ്മൾ പല സ്ഥലങ്ങളിലേക്കും ട്രീറ്റീസ്, പല ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ പല ഇൻഫ്രാസ്ട്രക്ചറൽ ചലഞ്ചസുകളും നമുക്ക് ഇവിടെ ഫേസ് ചെയ്യാനായിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് GPU കോസ്റ്റ്, ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് ഡ്രൈവിംഗ് AI പുഷ്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, കമ്പോണൻസ്, ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളുടെ കോസ്റ്റ് കൂടുകയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും, കുറച്ച് നാളുകളായിട്ടുള്ള ഫോണുകളുടെ വില, ഫോണുകളിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും എന്തിൽ വന്നിട്ടില്ല. ഫോണുകളുടെ കമ്പോണൻസുകളിൽ വന്നിട്ടില്ല. കമ്പോണൻസ് ഫീച്ചേഴ്സുകളിൽ വന്നിട്ടില്ല. ക്യാമറ ഒരു സൈഡിൽ നിന്ന് മാറുന്നു, മറ്റൊരു സൈഡിലേക്ക് മാറുന്നു, വോളിയം ബട്ടൺ താഴേക്ക് വരുന്നു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം, എലമെന്ററി വ്യത്യാസങ്ങൾ മാത്രമേ ഫോണുകളിൽ വന്നിട്ടുള്ളൂ. എന്നാൽ ഫോണുകളുടെ പ്രൈസ്, മൊബൈൽ ഫോണുകളുടെ പ്രൈസ് കുതിച്ചു വരുന്നു. അതായത് ഒരു ബഡ്ജറ്ററി ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല ഫോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 20,000 to 30,000 രൂപയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുന്നു. സോ അങ്ങനെ AI ഇനാക്റ്റഡ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പ്രൈസ് കൂടുന്നത് ഒരു റീസൺ ആണ്. ദെൻ ഇലക്ട്രിക്കൽ കപ്പാസിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റൺ ചെയ്യാനായിട്ട് നോർമൽ ഒരു സെർച്ച് എഞ്ചിൻ റൺ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി വാട്ടർ യൂസേജ് വേണം, ഇലക്ട്രിസിറ്റി യൂസേജ് വേണം. സോ ഇതിനെല്ലാമുള്ള ഇലക്ട്രിസിറ്റി ഇന്ത്യയിലുണ്ടോ, അല്ലെങ്കിൽ പവർ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയിലുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു മേജർ ചോദ്യം. തേർഡ് ഈസ് ഡാറ്റാ സെന്റേഴ്സ്. ഇന്ത്യയുടെ ഡാറ്റാ സെന്റേഴ്സ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള പ്രോബ്ലം. സോ AI ഇമ്പാക്ട് സബ്മിറ്റ് നമ്മൾ നടത്തിയിട്ട് നമ്മളുടെ ആ ഇൻഫ്രാസ്ട്രക്ചറുകളെ ഫോക്കസ് ചെയ്യാൻ നമ്മൾ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിലെ ഫോക്കസ് ചെയ്യാണ്ട് നമ്മൾ അതിന്റെ ഒരു റിസൾട്ട് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ ശരിയാകില്ല എന്നാണ് ഹിന്ദു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. സോ തേർഡ് വൺ ഈസ് ഫോറിൻ ക്യാപിറ്റൽ. സോ ഇത്രയും വലിയ ഹ്യൂജ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നടത്തണമെങ്കിൽ എന്ത് വേണം?
ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ വേണം. ഒരു കാര്യം കൂടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ പറയാം. എന്താണ്? പർട്ടിക്കുലർലി ട്രെയിനിങ്. സോ എഐനെ കുറിച്ച് പഠിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ എ ഇൻഫ്രാസ്ട്രക്ചറുകളിൽ ഹ്യൂമൻ റിസോഴ്സസിനെ ക്യാപ്പബിൾ ആക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. ഹിന്ദുവിലെ എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ രണ്ട് എഡിറ്റോറിയൽ, ഇന്നത്തെ എഡിറ്റോറിയലും അന്നത്തെ ഒരു ഓപ്പൺ എഡിറ്റോറിയലും കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം. എന്താണ്? ഹ്യൂമൻ റിസോഴ്സസിനെ എന്താണ് ട്രെയിനിങ് ചെയ്യുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകളും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവരെ കുറച്ചും കൂടി എന്താണ് സ്ട്രക്ചറൽ എംപ്ലോയബിലിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സോ അങ്ങനെ ഒരു 5 കാര്യത്തിലേക്കാണ് നമ്മൾ എ ഐയുടെ കറന്റ് ഉള്ള പ്രോബ്ലംസിനെ, നമ്മൾ ഇന്ത്യയിലുള്ള കറന്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലംസിനെ ലിമിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആ ഒരു ഡിസ്കഷൻ മനസ്സിലായെന്ന് വിചാരിക്കും. സോ മെയിൻസ് ഫോക്കസുകളിലൊക്കെ ഏറ്റവും കൂടുതൽ എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് ഈ ഒരു സ്ലൈഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. മെയിൻസ് ആൻസർ റൈറ്റിംഗുകളിൽ കൃത്യമായിട്ട് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് റിലേറ്റഡ് ടു ഗ്രീൻ അമോണിയ. സോ എന്താണ് ഗ്രീൻ അമോണിയ? ഗ്രീൻ അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമോണിയ എന്താണ്? അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൃഷിയിടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന എന്താണ് ഒരു രാസവളങ്ങളിൽ പെടുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു കെമിക്കൽ നെയിം എന്താണ്? NH3. ഓക്കെ, സോ നൈട്രജനും ഹൈഡ്രജൻ, ഒരു നൈട്രജൻ ആറ്റവും 3 ഹൈഡ്രജൻ ആറ്റവും ചേർന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മോളിക്യൂളാണ് ഒരു അമോണിയ മോളിക്യൂൾ എന്നറിയപ്പെടുന്നത്. സോ ഹൗ ഇറ്റ് ക്യാൻ ബി ഗ്രീൻ? അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഹെയ്ബർ ബോഷ് പ്രോസസ് ആണ്. എന്ത് പ്രോസസ്സാണ്? ഹെയ്ബർ ബോഷ് പ്രോസസ്. എല്ലാവർക്കും അറിയാം, ചെറുപ്പകാലത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ ഗ്രീൻ അമോണിയ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൈഡ്രജൻ ഗ്രീൻ ഹൈഡ്രജൻ ആയിരിക്കും. എങ്ങനെയാണ്? ഹൈഡ്രജൻ ഗ്രീൻ ഹൈഡ്രജൻ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. സോ എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ? ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിന്യൂവബിൾ എനർജീസ് യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രജനെയാണ് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സോ ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ട്, ബ്ലൂ ഹൈഡ്രജൻ ഉണ്ട്, ഗ്രേ ഹൈഡ്രജൻ ഉണ്ട്, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രജൻസ് ഉണ്ട്. സോ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ മേജർ കമ്പോണന്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രീൻ ഹൈഡ്രജനിലൂടെ ആയിരിക്കും. ദെൻ നൈട്രജൻ അതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും. സോ അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർലി ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ് ഇന്ത്യയിൽ. ദെൻ മറൈൻ ഫ്യൂവേഴ്സിന് ഒരു ടെക്സ്റ്റ് ആൻഡ് കോണ്ടാക്ട് സെക്ഷനിൽ ഒരു വാർത്ത വന്നപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രീൻ അമോണിയ എങ്ങനെയാണ് മറൈൻ എന്താണ് പൊല്യൂഷനെ കുറയ്ക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അന്ന് ഈ ഗ്രീൻ അമോണിയയെ കുറിച്ചിട്ട് വാതോരാതെ സംസാരിച്ചിട്ടുള്ളതാണ്. ദെൻ ക്ലീൻ പവർ എക്സ്പോർട്ട് കമോഡിറ്റി ആയിട്ടും നമുക്ക് ഇതിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതിൽ പർട്ടിക്കുലർലി ഈ എക്സ്പോർട്ട് കമോഡിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇന്നത്തെ ന്യൂസിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ ഓപ്പൺ എഡിറ്റോറിയലിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീൻ അമോണിയ ബിഡ് ചെയ്യുന്നത് പല മേജർ മാർക്കറ്റുകളിലൂടെയാണ്. ഓക്കെ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആര് വെച്ചിരിക്കുകയാണ്? സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. ഓക്കെ, സോ അത് ബിഡ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിലാണ്. ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ റിലേറ്റഡ് ടു യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ ഇതര കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിലാണ് ആര് ബിഡ് ചെയ്തിരിക്കുന്നത്? നമ്മളുടെ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രൈസ് റേഞ്ച് വന്നി. സോ ഇറ്റ് വിൽ ഹെൽപ്പ്. എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മളുടെ അമോണിയയുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പോർട്ടുകൾ കൂട്ടാൻ അല്ലെങ്കിൽ അതിന്റെ യൂസേജ് കൂട്ടാനെല്ലാം ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിനോട് അനുബന്ധിച്ച് തന്നെ നമ്മൾ പല പ്രവർത്തനങ്ങളും ചെയ്തു. എന്താണ്? അമോണിയ കൊണ്ടുപോകാനായിട്ടും വന്നിറക്കാനായിട്ടും തീരദേശങ്ങളോട് ചേർന്നിട്ടുള്ള പ്രീ ഐഡന്റിഫൈഡ് ഡെലിവറി പോയിന്റ്സുകൾ നമ്മൾ വെച്ചു. ഓക്കെ, സോ നമ്മൾ ബിഡ് ചെയ്യുന്നത് ഏറ്റവും കുറവ് ബിഡിങ്ങിലാണ്. ദെൻ ഡെലിവറി പോയിന്റ്സുകൾ നമ്മൾ ഏറ്റവും എന്താണ് തീരങ്ങളോട് ചേർന്നുകൊണ്ട് ഈ എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും എളുപ്പത്തിന് വേണ്ടിയിട്ട് തീരങ്ങളോട് ചേർന്നുകൊണ്ട് 13 ഫെർട്ടിലൈസേഴ്സ് പ്ലാന്റുകൾ നമ്മൾ നിർമ്മിച്ചു. ദെൻ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ അറൗണ്ട് ഏകദേശം ഒരു 30% അപ്രോക്സിമേറ്റ്ലി ഒരു 30% എന്താണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ചെയ്തു. ദെൻ
ബാലൻസ്ഡ് റിസ്ക് ഫ്രെയിംവർക്ക് ആൻഡ് ബ്രോഡ് മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ. ഏകദേശം 15ഓളം രാജ്യങ്ങൾ ബിഡിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹ്യൂജ് ഇമ്പാക്ട് ആണ്. അതുപോലെ എന്താണ് നമ്മളുടെ ഒരു മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് പെനിട്രേഷൻ കൂടാനായിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു. സോ ഇതെല്ലാമാണ് ഗ്രീൻ അമോണിയയുടെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സോ അത് കൂടിയിട്ട് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ കമ്മിങ് ടു ദ ട്രൈബൽ വുമൻസ് ഇൻഹെറിറ്റൻസ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ പെർട്ടിക്കുലർലി വുമൻസിന്റെ ഇൻഹെറിറ്റൻസ് റൈറ്റ് ഏത് നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഹിന്ദു സക്സഷൻ ആക്ട് 1955 വുമൻസിന്റെ എന്താണ് സക്സഷൻ റൈറ്റ് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് കൃത്യമായിട്ട് പറഞ്ഞു. എന്നാൽ അതിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതാണ് പെർട്ടിക്കുലർ ട്രൈബൽ കമ്മ്യൂണിറ്റി. സോ എനി ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ദാറ്റ് ഹാസ് എ ഡിഫറെന്റ് കസ്റ്റം and that has a special laws within the tribal communities should not follow Hindu Succession Act. 1956 ഹിന്ദു സക്സഷൻ ആക്ട് ട്രൈബൽ കമ്മ്യൂണിറ്റികൾക്ക് അവർക്ക് തനതായിട്ടുള്ള സ്വത്തുമോ അല്ലെങ്കിൽ തനതായിട്ടുള്ള നിയമങ്ങളോ ഉള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസ് യാതൊരു തരത്തിലും ഫോളോ ചെയ്യേണ്ടതില്ല. സോ അവിടെ എന്താണ് വുമൻസിന് കൃത്യമായിട്ടുള്ള എന്താണ് സക്സഷൻ അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പലപ്പോഴും ലഭ്യമാകാറില്ല. ഓക്കെ, സോ പലപ്പോഴും ഈ ഇൻഹെറിറ്റൻസ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ലഭ്യമാകാനായിട്ട് സാധ്യതയില്ലാത്ത സ്ഥലങ്ങളാണ് ട്രൈബൽ കമ്മ്യൂണിറ്റി. സോ അതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് എവിടെ വന്നിട്ടുണ്ടായിരുന്നു? നമ്മളുടെ ഹിമാചൽ ഹൈക്കോടതിയിൽ വരികയും പിന്നീട് സുപ്രീം കോടതിയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കേസാണ് നവാങ് വെർസസ് ബഹദൂർ കേസ്. ഓക്കെ, സോ ഈ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ പെട്ടിരുന്ന യുവതി എന്താണ് പിന്നീട് ഹിന്ദു ആയിട്ട് വരികയും, സോ ആ ഹിന്ദുവൈസേഷൻ സംഭവിച്ച യുവതി എന്താണ് ഈ സക്സഷൻ ആക്ടിന്റെ അണ്ടറിൽ വരും എന്നായിരുന്നു വാദം. എന്നാൽ സുപ്രീം കോടതി പറഞ്ഞു ട്രൈബൽ പ്രോപ്പർട്ടിയെ തൊടുവാനായിട്ട് ഹിന്ദു സക്സഷൻ ആക്ടില് ഒരു നിയമവും ഇല്ല. ഓക്കെ, സോ അതുകൊണ്ട് അതുകൊണ്ട് ഹിന്ദു സക്സഷൻ ആക്ട് മാറ്റുക എന്നുള്ളതാണ് പാർലമെന്റിന്റെ ഉത്തരവാദിത്വം. സോ നിങ്ങൾക്ക് നിയമം ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അത് കോടതിയുടെ ഉത്തരവാദിത്വമല്ല എന്ന് ആര് പറഞ്ഞു വെച്ചു? സുപ്രീം കോടതി പറഞ്ഞു വെച്ചു. സോ ഹിന്ദുവൈസേഷൻ, അതായത് ഫോർ എക്സാമ്പിൾ ട്രൈബൽ വുമൺ ഹിന്ദുവായിട്ട് പരിവർത്തനം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 1956 ഹിന്ദു സക്സഷൻ ആക്ടിലെ നിയമം പ്രാബല്യത്തിൽ വരുമോ? കോടതി പറഞ്ഞു ഇല്ല. ഹിന്ദു ആയിക്കോട്ടെ ഏതെങ്കിലും വിഭാഗത്തിലേക്ക് മാറിക്കോട്ടെ, എന്നിരുന്നാലും ട്രൈബൽ ലാൻഡിനെ തൊടുക എന്നുള്ളത്, ട്രൈബൽ ലാൻഡ് ഇൻഹെറിറ്റ് ചെയ്യുക എന്നുള്ളത് ഹിന്ദു സക്സഷൻ ആക്ടിൽ എക്സംപ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഹിന്ദു സക്സഷൻ ആക്ട് അവോയ്ഡ് ചെയ്തിട്ടുള്ള കാര്യം. സോ അത് മാറ്റണമെങ്കിൽ കോടതികൾക്ക് അവകാശമില്ല, മറിച്ച് പാർലമെന്റിനാണ് അവകാശം. ഓക്കെ, സോ ഇവിടെ പർട്ടിക്കുലർലി ഒരു കേസിലോ കൂടി പറയാണ്, രാംചരൺ വെർസസ് സുഖ്റാം കേസ്. സോ രാംചരൺ വെർസസ് സുഖ്റാം കേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസസ്ട്രൽ പ്രോപ്പർട്ടിയിൽ നിന്ന് വുമൻസിനെ വിലക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, സോ ഇക്വാലിറ്റിക്കെതിരെയുള്ള ആർട്ടിക്കിൾ 14-നെതിരെയുള്ള ലംഘനമാണെന്ന് രാംചരൺ വെർസസ് സുഖ്റാം കേസിൽ പറയുന്നുണ്ട്. സോ അതേ കോടതി തന്നെ പറയുകയാണ് എന്താണ് നമ്മളുടെ നവാങ് വെർസസ് ബഹദൂർ കേസിൽ പറയുകയാണ് വുമൻസ്, ട്രൈബൽ വുമൻസിന്റെ ഇൻഹെറിറ്റൻസ് ഏതിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല? നമ്മളുടെ 1956 ഹിന്ദു സക്സഷൻ ആക്ടില് പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല എന്ന് കൂടിയിട്ട് എടുത്തു പറയുകയാണ്. സോ ഹൂ ഷുഡ് സ്റ്റെപ്പ് ഇൻ? ആരാണ് ഇനി സ്റ്റെപ്പ് ഇൻ ചെയ്യാനായിട്ടുള്ളത്? നമ്മളുടെ പാർലമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ലെജിസ്ലേറ്റീവ് ആക്ഷനിൽ കൂടെ മാത്രമേ ഇനി ട്രൈബൽ വുമൻസിന് ഇൻഹെറിറ്റൻസ് അവകാശങ്ങൾ ലഭ്യമാവുകയുള്ളൂ. സോ അത് കുറച്ച് എളുപ്പമുള്ള കാര്യമല്ല എന്നറിയാം, പക്ഷേ ട്രൈബൽ വുമൻസിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ സോ ഒരു ലാൻഡ് അല്ലെങ്കിൽ ഒരു അസറ്റ് അവരുടെ പേരിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ബി കേപ്പബിൾ. നമുക്കറിയാം എങ്ങനെയാണ് റേഷൻ കാർഡുകളിൽ സ്ത്രീകളുടെ പേരിലേക്ക് മാറ്റുന്ന റേഷൻ കാർഡുകൾ വന്നപ്പോൾ ഇന്ത്യയിൽ ഒരു ഹ്യൂജ് ചേഞ്ച്, അതുവരെ ഇല്ലാതിരുന്ന ഒരു ഹ്യൂജ് ചേഞ്ച് വന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ അതുപോലെ ഒരു അസറ്റ് ട്രാൻസ്ഫർ വുമൻസിലേക്ക് കൂടി പോകുമ്പോൾ അവർ കുറച്ചും കൂടി എംപവേർഡ് ആവുകയാണ്. ആക്സസ് ടു റൈറ്റ്, ആക്സസ് ടു എന്താണ് ഓപ്പർച്യൂണിറ്റീസ്, ഇതിലേക്ക് എല്ലാത്തിലേക്കും ഒരു ആക്സസ് കൊടുക്കാനായിട്ട് ഇതുവഴി സാധിക്കും. സോ അതിന് എന്ത് വേണം?
പർട്ടിക്കുലർ ഒരു ലെജിസ്ലേഷൻ വേണം. സോ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ വിഭാവനം ചെയ്യുന്നത്. സോ അത് കൂടിയിട്ട് ഒന്ന് ഓർക്കുക. സോ ഹിന്ദു സക്സഷൻ ആക്ട് എന്താണെന്ന് ഓർക്കുക. അതിൽ ട്രൈബൽ വുമൻസിനെ എങ്ങനെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഓർക്കുക. ദെൻ രണ്ട് കേസ് ലോകൾ ഞാൻ ഇവിടെ പറഞ്ഞു, പർട്ടിക്കുലർലി രാംചരൺ വെസസ് ഷുഗ്രാം കേസ് എന്നുള്ള ഒരു കേസ് ലോ, ദെൻ പർട്ടിക്കുലർലി നവാങ് വെസസ് ബഹദൂർ കേസ് എന്ന് പറയുന്ന 2015 സ്റ്റാർട്ട് ചെയ്യുന്നത്, ദെൻ 2025 അതിന്റെ ഒരു വിധി അവസാനമായിട്ട് വന്നിരിക്കുന്നത്. സോ ആ രണ്ട് കേസിലും കൂടിയിട്ട് നിങ്ങളൊന്ന് മനസ്സിലേക്ക് ഓർത്തേക്കുക.